ഹായ്, നിങ്ങളെല്ലാവരെയും വെബ് ഡെവലപ്മെന്റ് സീരീസിൽ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് വെബ് ഡെവലപ്മെന്റ് എന്നും ആരാണ് വെബ് ഡെവലപ്പർ എന്നും ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റും ബാക്ക് എൻഡ് ഡെവലപ്മെന്റും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ നോക്കി. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്റർനെറ്റ് പ്രോട്ടോക്കോളിനെ കുറിച്ചും ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റാ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ടെക്നോളജി, പ്രോഗ്രാമിംഗ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിന്റെ ഗോൾ തന്നെ ഏതൊരു ഫ്രഷറിനും ടെക് കരിയർ നേടാനായിട്ട് എനേബിൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഐ എം സാഹിർ. വെൽക്കം ടു ഡിയോ ലേണിംഗ്. എന്താണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ? ഇന്റർനെറ്റിലൂടെ ഡേറ്റ റൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ IP എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് ഉണ്ടെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ HTTP. ഈ പ്രോട്ടോകോളിന്റെ സഹായത്തോടെ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇത്തരത്തിൽ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റിക്വസ്റ്റ് ഓർ റെസ്പോൺസ് സൈക്കിൾസിലൂടെയാണ്. റിക്വസ്റ്റ് കൊടുക്കുന്ന കമ്പ്യൂട്ടറിന് നമ്മൾ ക്ലയന്റ് എന്നും റെസ്പോൺസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ നമ്മൾ സെർവർ എന്നും പറയും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഇന്റർനെറ്റ് യൂസേഴ്സിന് നമ്മൾ ക്ലയൻസ് ആണെന്ന് പറയാം. നമ്മൾ ആക്സസ് ചെയ്യുന്ന വെബ് പേജസും ആപ്സും സൈറ്റ്സും ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ ഉണ്ട്, അതിനെ നമുക്ക് സെർവർ എന്ന് പറയാം. നമ്മൾ നമ്മളുടെ ബ്രൗസറിൽ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യണം എന്ന് കരുതി ആ വെബ്സൈറ്റിന്റെ URL ടൈപ്പ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിന്റെ കോപ്പി സെർവറിൽ നിന്ന് നമ്മളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ ബ്രൗസർ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും അതിനുശേഷം പാക്കറ്റ്സ് അല്ലെങ്കിൽ ബൈറ്റ്സ് ആയിട്ട് വരുന്ന ആ സെർവറിന്റെ കോപ്പിയെ കമ്പൈൻ ചെയ്ത് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡേറ്റ സ്മോൾ ബൈറ്റ്സ് ആയിട്ട് ഇന്റർനെറ്റിലൂടെ ട്രാവേഴ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഓരോ പാക്കറ്റ്സിലും ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ IP അഡ്രസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ഡേറ്റ അല്ലെങ്കിൽ ക്ലയന്റ് കമ്പ്യൂട്ടറിൽ ഡേറ്റ എത്തിക്കുന്നത്. ഇത്തരത്തിൽ ക്ലയന്റ് ആൻഡ് സെർവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ഒരുപാട് കാര്യങ്ങൾ ഇതല്ലാതെ ഇൻവോൾവ് ആണ്. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇന്റർനെറ്റ് കണക്ഷൻ. ഒരു ക്ലയന്റും സെർവറും തമ്മിൽ വെബിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വേണം. അതാണ് പ്രൈമറി റിക്വയർമെന്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് TCP/IP. ഒരു ഡേറ്റ ഇന്റർനെറ്റിലൂടെ എങ്ങനെ ട്രാവേഴ്സ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് TCP/IP ആണ്. ഈ പ്രോട്ടോകോളിന്റെ സഹായത്തോടുകൂടി ഇമേജസും വീഡിയോസും ഡോക്യുമെന്റ്സും ഒക്കെ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് വേണ്ടത് DNS അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സിസ്റ്റം. നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിൽ ഒരു വെബ് അഡ്രസ് ടൈപ്പ് ചെയ്യുമ്പോൾ DNSന്റെ സഹായത്തോടു കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത വെബ്സൈറ്റിന്റെ IP അഡ്രസ് കണ്ടുപിടിക്കുന്നു. ഇതിനുശേഷം ഈ IP അഡ്രസിന്റെ സഹായത്തോടു കൂടി ഏത് സെർവറിലാണ് ഈ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. നാലാമതായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് HTTP അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇതൊരു ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ്. ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോളിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് HTTPയെ ക്ലയന്റ് ആൻഡ് സെർവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഒരു ക്ലയന്റ് ആൻഡ് സെർവർ തമ്മിൽ ബേസിക്കലി ഇന്ററാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമുണ്ട്. TCP/IP വേണം, DNS അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സിസ്റ്റം വേണം. ദെൻ വേണ്ടത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ HTTP ആണ്. ഇനി നമുക്കൊരു വെബ്സൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ബ്രൗസറിൽ ഒരു വെബ്സൈറ്റ് അഡ്രസ് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ബ്രൗസർ DNS സെർവറിൽ പോയിട്ട് ആ വെബ്സൈറ്റിന്റെ IP അഡ്രസ് ഫസ്റ്റ് ഫെച്ച് ചെയ്യും. അതിനുശേഷം ബ്രൗസർ ആ വെബ്സൈറ്റിന്റെ ഒരു കോപ്പി ക്ലയന്റ് സെർവറിന് നൽകണം എന്ന് പറഞ്ഞ് ഒരു റിക്വസ്റ്റ് സെർവറിലോട്ട് പാസ് ചെയ്യും. സെർവർ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിന്റെ കോപ്പി സ്മോൾ ചങ്ക്സ് ഓഫ് അല്ലെങ്കിൽ സ്മോൾ ഫയൽസ് ആയിട്ട് ക്ലയന്റ് സെർവറിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. ബ്രൗസറിന് ഇത്തരത്തിൽ ലഭിക്കുന്ന സ്മോൾ ചങ്ക്സ് ഓഫ് ഫയലിനെ കമ്പൈൻ ചെയ്ത് ഒരു കംപ്ലീറ്റ് വെബ്സൈറ്റ് ആയിട്ട് എന്നിട്ട് ക്ലയന്റ് സെർവറിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു URL ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ HTML, CSS ഒക്കെയാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ സീരീസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. അതിനായിട്ട് ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.